പിടിയിലായതെല്ലാം നമ്മൾ കണ്ടതാണ്. സഹോദരനെ അടക്കം ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ കേസിൽ കൂടുതൽ അറസ്റ്റിനോ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ടോ സൈഫുള്ള? ഭാരതി, ഈ സംഭവത്തിൽ എന്തായാലും അർജുനായിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഉറപ്പായിട്ടും കേസെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ ആരൊക്കെയാണ് അതിന് പിന്നിലുണ്ടായിരുന്നത്? അർജുനായിക്ക് കാണാൻ വന്നു എന്നതിനപ്പുറത്തേക്ക് അയാളെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്ന് പോലീസിന് മനസ്സിലാക്കണം. അതിനൊരു തെളിവ് ലഭിക്കണം. ഒരു പ്രതി കാണാൻ പോയതിൻ്റെ പേരിൽ അയാൾ ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. മറിച്ച് ഏതെങ്കിലും തരത്തിൽ അർജുനായിക്ക് സാമ്പത്തികമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വാഹനങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു സഹായം ലഭിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പോലീസ് അവർക്കെതിരെയും കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ മട്ടന്നൂരിലെ സുഹൃത്തിനെതിരെ കോതമംഗലം പോലീസ് കേസെടുത്തത്. ഇനിയിപ്പോൾ കണ്ണൂരിൽ ആരെങ്കിലും ആ രീതിയിലുണ്ടെങ്കിൽ കണ്ണൂരിലെടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യാം, അവരെയും അതിൽ പ്രതി ചേർക്കാം. ഇപ്പോൾ അർജുനായി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. അവരെ ഇപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ച് അർജുനായിയെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് കാണാം, അവർ ദൃശ്യങ്ങളിൽ കാണുന്ന പാറാവിരിക്കുന്ന പോലീസുകാരനോട് ചേർന്നുള്ള ആ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിലായിരുന്നു അർജുനായി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി അർജുനായിയെ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ അർജുനായിയോടുമായി ചോദിക്കേണ്ടതായിട്ടുണ്ട്. അത് നേരത്തെ ആരതി സൂചിപ്പിച്ചതുപോലെ ആരുടെയെങ്കിലും സഹായം ഒളിവിൽ കഴിയാൻ വേണ്ടി ലഭിച്ചിട്ടുണ്ടോ? അതുപോലെ ഏതെങ്കിലും തരത്തിൽ എന്തൊക്കെയാണ് ഈ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് ചെയ്ത പ്രവൃത്തികൾ, ആ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതാണ് പോലീസ് പ്രധാനമായിട്ടും പരിശോധിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുനായി ഈ ഒളിവിലുള്ള സമയത്ത് സ്വന്തം നാട്ടിലേക്ക് എത്തി എന്നുള്ളതാണ്. പക്ഷേ വീട്ടിൽ പോയിട്ടില്ല, സ്വന്തം നാട്ടിലെത്തി. അവിടെ നിന്ന് ചില സുഹൃത്തുക്കളെ കണ്ടു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവരിൽ നിന്ന് സഹായം എന്തെങ്കിലും ലഭിച്ചോ എന്ന് പോലീസിനും വ്യക്തമായിട്ടില്ല. മാത്രമല്ല, ഇയാൾ ഈ ഒളിവിലുള്ള സമയങ്ങളിൽ പണമിടപാടൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊന്നും പണമിടപാട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപാടുകൾ നടത്തിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്ന വലിയ രീതിയിലുള്ള ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ അർജുനായി. ആ അർജുനായിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അർജുനായി സ്വൈര്യവിഹാരം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലുടനീളം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ പോലും ഒരാൾ പോലും ഈ ആളെ തിരിച്ചറിഞ്ഞില്ലേ? പോലീസിന് അത്തരത്തിലുള്ള ദൃക്സാക്ഷികളെ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ലേ, വിവരങ്ങളൊന്നും ലഭിക്കാൻ? ഭാരതി, അങ്ങനെ ചില ദൃക്സാക്ഷികൾ പോലീസിന് ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ പോലീസിന് വിവരം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ചില CCTV ദൃശ്യങ്ങളിൽ അർജുനായിയുടെ മുഖം പതിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇയാൾ പരസ്യമായി പൊതു ഇടങ്ങളിൽ ഇറങ്ങി നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇയാൾ അഭിമുഖീകരിച്ചത് ഇയാളുടെ സുഹൃത്തുക്കളെ മാത്രമാണ്. ഇയാളുടെ സുഹൃത്തുക്കളോട് മാത്രമാണ് നേരിട്ടിറങ്ങി ഇയാൾ സംസാരിച്ചത്. മറ്റുള്ള സമയങ്ങളിലൊക്കെ ഇയാൾ വാഹനത്തിലായിരുന്നു. അത് പല വാഹനങ്ങളിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ വാഹനങ്ങൾ ഏർപ്പാടാക്കിയ ചില സുഹൃത്തുക്കളുണ്ട്. കാര്യങ്ങളിൽ ഇയാൾക്ക് റൂട്ട് ക്ലിയർ ആക്കി കൊടുത്ത ചില സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഇയാൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരല്പം പോലീസിന് ഇയാളെ പിടികൂടാൻ വേണ്ടി ഒരല്പം പോലീസ് വൈകിയത്. എന്തായാലും ചില ആളുകളുടെ ചില ദൃക്സാക്ഷികൾ തന്നെ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അർജുനായിയെ കണ്ടതായിട്ടുള്ള പല വിവരങ്ങളും പോലീസ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത്, അർജുനായി ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും അർജുനായി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഉൾപ്പെടെ കോളുകൾ പോലീസിനെ പരിഹസിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചില പോലീസുകാർ പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ പോലീസിനെ കബളിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും പോലീസ് ഉറപ്പായിട്ടും കേസെടുക്കും. ഇപ്പോൾ അർജുനായി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. ഇവിടെ നിന്ന് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം അർജുനായിയെ കണ്ണൂർ സൈബർ പോലീസ് വാഹനങ്ങളെല്ലാം മാറി മാറി ഉപയോഗിച്ച് മൊബൈൽ ഉപയോഗത്തിലൂടെയെല്ലാം പോലീസിനെ വഴിതെറ്റിക്കാനായുള്ള ശ്രമങ്ങളെല്ലാം അർജുനായിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒടുവിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് കണ്ണൂരിൽ വെച്ച് അർജുനായിയെ പിടിയിലാകുന്നത്. അതും സാഹസികമായി തന്നെയായിരുന്നു അർജുനായിയെ പിടിച്ചത് എന്നാണ് പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമ്മൾ കേട്ടത്. പക്ഷേ പിടിയിലായിട്ട് പോലും അർജുനായിക്ക് യാതൊരുവിധ കൂസലുകളുമില്ല എന്ന് തന്നെ വേണം നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെയും എല്ലാം തന്നെ മനസ്സിലാക്കാനായി.